നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ഒരു സെഷൻ കൊണ്ട് ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമുക്ക് വളരെ കൃപ ദൈവം തന്ന് ശേഷിക്കുന്ന ഏതാണ്ട് ഒരു മണിക്കൂർ വളരെ കൃപയോടുകൂടെ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവസാനിപ്പിക്കാനായിട്ട് നമുക്ക് ഇടയാക്കട്ടെ. നമുക്ക് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അവിടെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പരിശോധനയ്ക്ക് ശേഷം 14-15 വാക്യം, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടുമെന്നാൽ കീൽ കൂടെ എന്ന പോലെ അത്ര. ഒന്നുകിൽ പ്രതിഫലം കിട്ടും, അല്ലെങ്കിൽ പ്രതിഫലം നഷ്ടപ്പെടും. ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ആളെ കർത്താവ് തള്ളിക്കളയില്ല. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിന്ന് ആരെയും തള്ളിക്കളയില്ല. യഥാർത്ഥമായ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ മാത്രമേ അവൻ ഉയരത്തിലേക്ക് എടുക്കുകയുള്ളൂ. അവിടെ നിന്ന് തള്ളിക്കളയില്ല. അവന്റെ പ്രതിഫലങ്ങൾ നഷ്ടപ്പെടും, താനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടെ എന്ന പോലെ. ആരോ ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി. ജനറലി എന്ന് പറഞ്ഞാൽ, പൊതുവിൽ പറഞ്ഞാൽ ഏതാണ്ട് 3 വിധമായ വിശ്വാസികൾ ഉണ്ടായിരിക്കും. 3 kind of believers. 1, ലോത്തിനെ പോലെയുള്ള വിശ്വാസം. 2 പത്രോസ് 7-ാം അധ്യായം 2 പത്രോസ് 2-ന്റെ 7 വാക്യങ്ങൾ നമ്മൾ ലോത്തിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ലോത്ത് നീതിമാനായി. ലോത്ത് നീതിമാനാണെന്ന് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ മുദ്ര കുത്തിയനെ അദ്ദേഹം രക്ഷിക്കപ്പെട്ട ഒരാളല്ല. ലോത്ത് ഭൗമിക നേട്ടങ്ങൾക്ക് വേണ്ടി സൊദോമിൽ പോയി പാർത്തു. ലോത്തിന്റെ ജീവിതം അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പിനായി എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ലോത്ത് രക്ഷപ്പെട്ടു. താനോ രക്ഷിക്കപ്പെടും തീയിൽ കൂടെ എന്ന്. അനേക വിശുദ്ധന്മാരെ പരിശോധിക്കുമ്പോൾ, തീയിൽ കൂടെ എന്ന പോലെ പരിശോധിക്കുമ്പോൾ, അവരുടെ പ്രവൃത്തികൾ എല്ലാം എന്തുപോയാലും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കർത്താവിന്റെ രാജ്യത്തിൽ അവർ കാണും. അവരെ തള്ളിക്കളയില്ല. രണ്ടാമതൊരു കൂട്ടരുണ്ട്, ക്രൂശിൽ വെച്ച് രക്ഷിക്കപ്പെട്ട കള്ളനെ പോലെയുള്ള വ്യക്തി. അവരെ കുറിച്ച് പറയുന്നത്, ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞു, പിന്നെ കൈയും കാലും അനക്കിയിട്ടില്ല. രക്ഷിക്കപ്പെട്ട സമയത്ത് എഴുന്നേറ്റ് നിന്ന് സാക്ഷിയൊക്കെ പറഞ്ഞു. അന്ന് സാക്ഷി പറഞ്ഞതാ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. മരിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളാണ് പിന്തുടരുന്നത്. ഈ കള്ളനെ, ഈ രക്ഷിക്കപ്പെട്ട, ഈ ക്രൂശിക്കപ്പെട്ട കള്ളനെ അനുഗമിപ്പാൻ പ്രവൃത്തികളൊന്നുമില്ല. ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നം നിന്ന് വിശ്രമിക്കണം. അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരും. നമ്മുടെ പ്രവൃത്തികൾ പിന്തുടരും. ഈ വ്യക്തിക്ക് ഒരു പ്രവൃത്തിയും പിന്തുടരാൻ. ദൈവസഭയിൽ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. രക്ഷിക്കപ്പെട്ടപ്പോൾ നാം അനക്കിയതാ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവരെ അനുഗമിക്കുന്ന പ്രവൃത്തികളില്ല, അവർക്ക് പ്രതിഫലമില്ല. മൂന്നാമതൊരു കൂട്ടരുണ്ട്, പൗലോസിനെ പോലെ. ജീവിതത്തിന്റെ അന്ത്യത്തിൽ പറഞ്ഞു, ഞാൻ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. പൗലോസിന് തീർത്തും പറയാൻ കഴിഞ്ഞു, എന്റെ ജീവിതം ഞാൻ ശിക്ഷണ വിധേയമാക്കി. എന്റെ ജീവിതം ഞാൻ കൊള്ളരുതാത്തതായി പോകാതിരിപ്പാൻ എന്റെ ചിന്തകളെയും ശരീരത്തെയും ഞാൻ ദണ്ഡിപ്പിച്ച അടിമയാണ്. എനിക്ക് കിരീടമുണ്ട്. ഏത് കൂട്ടത്തിലായിരിക്കും നമ്മൾ എന്നുള്ളത് നോക്കുക. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പണി വെന്തുപോയാൽ അവന് ഛേദം വരും. ഛേദം വരും എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചാൽ he shall suffer loss. ആ നഷ്ടത്തിനൊരു വേദനയാണ്. എങ്ങനെയാ നഷ്ടത്തിന് വേദന? ഏറ്റവും നല്ല ദൃഷ്ടാന്തം, സദാം ഹുസൈൻ കുവൈറ്റ് കയറി ഇൻവേഡ് ചെയ്തു. സദാം ഹുസൈൻ കുവൈറ്റ് കയറി പിടിച്ചപ്പോൾ
ഒരുപാട് ഇന്ത്യക്കാരും മലയാളീസൊക്കെ കുവൈറ്റിലും. കുവൈറ്റ് നല്ല ശമ്പളമാണ്. അവിടുത്തെ കുവൈറ്റ് ദിനാറിന് നല്ല എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഇന്ത്യയിലെ പത്രമൊക്കെ വായിച്ചാൽ ഇങ്ങോട്ട് വരാൻ തോന്നത്തില്ല. അതുകൊണ്ടുള്ള കാശുമൊക്കെ ബാങ്കിൽ വെച്ചോണ്ടിരുന്നു. ഒരു ദിവസം സാദം ഹുസൈൻ കയറി, താനും പട്ടാളവും മുഴുവൻ പിടിച്ചു, ബാങ്കും പിടിച്ചു, എല്ലാം പിടിച്ചു. ഓരോരുത്തർ 15 വർഷവും 20 വർഷവും അധ്വാനിച്ചത് മുഴുവൻ ഒരു രാത്രി കൊണ്ട് പോയി. പക്ഷെ എങ്ങനെയോ വണ്ടിയൊക്കെ കയറി, പ്ലെയിനിലൊക്കെ കയറി ജോർദാനിൽ നിന്നും മറ്റും തിരിച്ചു വീട്ടിലെത്തി, കേരളത്തിൽ വന്നു. പക്ഷെ ഈ വീട്ടിൽ അവർ വന്നെത്തിയെങ്കിലും 15 വർഷത്തെ അധ്വാനം, 20 വർഷത്തെ അധ്വാനം നഷ്ടപ്പെട്ടതിന് ഒരു വേദന. ഞാൻ കേട്ടിട്ടുണ്ട് കുമ്പനാട്ടൊക്കെ ഇങ്ങനെ വന്നവരെ വഴിയിൽ നിന്നിട്ട് ബസ്സിന്റെ ഒക്കെ മുന്നിൽ എടുത്തു ചാടുകയാണ്. മാനസികമായി വ്യത്യാസം, ആ നഷ്ടത്തിന്റെ വേദന. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ പ്രവൃത്തികൾ നഷ്ടപ്പെട്ടു പോയി. എങ്ങനെയിരിക്കും? പിന്നെ നമുക്ക് അവസരമില്ല. ഈ കുവൈറ്റിൽ നിന്ന് വന്നവരെ വീണ്ടും തിരിച്ചുപോയി അവർക്ക് പണമൊക്കെ കോമ്പൻസേഷനൊക്കെ കിട്ടി, അവർ രക്ഷപ്പെട്ടു. സൗന്മാരെ, നമുക്ക് പിന്നെ ഒരു ജീവിതമില്ല. ആ നഷ്ടത്തിന് ഛേദം വരും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിന്ന പ്രതിഫലം നഷ്ടപ്പെട്ടാൽ ഛേദം വരും. ഛേദം വരിക എന്ന് പറഞ്ഞാൽ സഫറിങ് ഉണ്ടാകും. ആ ലോസിൽ എൻജോയ്മെന്റ് അല്ല, ആ ലോസിൽ, ആ നഷ്ടത്തിന് വേദനയുണ്ട്. ബൈബിള് വളരെ വ്യക്തമായി പ്രതിഫലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ദീർഘമായ ഒരു പഠനമാണ്, പക്ഷെ അത് നമ്മൾ സാധാരണ പഠിപ്പിക്കാറില്ല. പ്രതിഫലത്തെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കർത്താവ് അവസാനമായി സഭയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട്. വെളിപ്പാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ആർക്ക് കൊടുക്കാനാ? ഓരോരുത്തർക്കും. എങ്ങനെയാ കൊടുക്കുന്നേ? അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച്. ഒരുത്തന്റെ പ്രവൃത്തി നിലനിന്നാൽ പ്രതിഫലം കിട്ടും. എബ്രായലേഖനം 11:6 ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പോലെ ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണെന്നും വിശ്വസിക്കണം. പ്രതിഫലം ഉണ്ട്. എന്റെ സഹോദരന്മാരെ, ആ വിഷയം പഠിക്കുമ്പോൾ ഞാൻ വാക്യങ്ങൾ പറഞ്ഞു പോകാം, എടുക്കാൻ നേരമില്ല. ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വേണേ നോട്ട് ചെയ്തു. മത്തായി 16:27 അപ്പോൾ അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യും. തക്കവണ്ണം. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും ചെയ്താകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. ആ വാക്ക് നോക്കുക. വെളിപ്പാട് 22:12 ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ. 1 കൊരിന്ത്യർ 3:8 നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, ഓരോരുത്തൻ അവനവന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം, തക്കവണ്ണം, 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 ഒത്തവണ്ണം. ചെയ്തതൊന്നും വിട്ടുകളയില്ല, ചെയ്യാത്തതിന് തരത്തുമില്ല. ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് തക്കവണ്ണം, തക്കവണ്ണം, ഒത്തവണ്ണം, തക്കവണ്ണം. ഈ വാക്ക് ആവർത്തിക്കുന്നു. വെളിപ്പാട് 22:12 അവസാനം കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം. ഞാൻ ചെയ്തതൊന്നും വിട്ടുകളയില്ല, ഞാൻ ചെയ്യാത്തതൊന്നിനും തരത്തുമില്ല. ഞാൻ ചെയ്തതിനൊത്തവണ്ണം തരുന്ന കർത്താവ്. ഈ പ്രതിഫലങ്ങൾ വളരെ വ്യക്തമായി തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു. മോശയുടെ ജീവിതം എടുത്തു നോക്കിയ ഒരു വാക്യം ഒന്ന് നോക്കാം. എബ്രായലേഖനം 11 നോക്കിയാട്ടെ. എത്ര വലിയ മനുഷ്യൻ! ഫറവോന്റെ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ മകനാണ്. എബ്രായലേഖനം 11 25-26 വാക്യം ഒന്ന് വായിക്കാം. വിശ്വാസ വീരന്മാരുടെ പട്ടിക പറയുമ്പോൾ ഞാൻ ഈജിപ്തിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്ന് അവിടെ കാണാൻ പോകുന്നത് മിക്കവാറും പിരമിഡ്. ഈ പിരമിഡ്
മോശയുടെയൊക്കെ കാലത്ത് പണിത പിരമിഡ്, ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഗീസ പിരമിഡ്. ഒരു രാജാവിനെ അടക്കിയ ശവകുടീരം. ആ ഗീസ പിരമിഡിന്റെ ചുവടെന്ന് പറഞ്ഞാൽ 13 ഏക്കർ. 13 ഏക്കർ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ കല്ലുകൾ അടുക്കി 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 ഈ പിരമിഡ് പണിതിരിക്കുക. അതും സൂര്യന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് അതിന്റെ ആംഗിളൊക്കെ വെച്ചിരിക്കുന്നത്. അത്ഭുതങ്ങളിൽ ഒരെണ്ണമാണ്, ലോകത്തിലെ അത്ഭുതത്തൊന്നാണ് ഈ ഗീസ പിരമിഡ്. ഈ പിരമിഡിനകത്തുനിന്ന് എടുത്ത സ്വർണങ്ങളൊക്കെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ കണ്ടു. ഈ ഒരു ശവപ്പെട്ടി കണ്ടു, 110 കിലോഗ്രാം സ്വർണം. ഒരു ഫറവോനെ അടക്കിയ ശവപ്പെട്ടിയാ, 110 കിലോഗ്രാം സ്വർണം. എന്നിട്ട് അതിന്റെ ഈ ശവപ്പെട്ടിക്കകത്ത് മമ്മിയെ പോലെ ആക്കിയിട്ടാണ് അടക്കുന്നത്. ഉണക്കമീന്റെ കൂട്ടാക്കും ശരീരം, എന്നിട്ടാണ് അടക്കുന്നത്. എന്നിട്ട് ഇതിന്റെ പുറത്ത് ഒരു മാസ്ക് പോലൊരു സാധനം വരും. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയത്. അത് തന്നെയാണ് 13 കിലോഗ്രാം സ്വർണം. ഈ അകത്തിക്കട ഇരിക്കുന്ന ഈ ഉണക്കമീന്റെ കൂട്ടായ ഫറവോന്റെ മുഖത്തിന്റെ അതേ ഷേപ്പിൽ ഒരു മാസ്ക് കൂടെ വെക്കും. എന്നിട്ട് അവർ പറഞ്ഞു, എന്തിനാണെന്നൂടെ പറഞ്ഞു, ഈ ആത്മാവ് തിരിച്ചു വരുമ്പോൾ ഏത് വ്യക്തിയുടേതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാ ഈ മാസ്ക് വെച്ചത്. പുനരുത്ഥാനത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, 110 കിലോഗ്രാം സ്വർണം കൊണ്ട് ചവിട്ടി 13 കിലോഗ്രാം മറ്റോ അതിന്റെ മുകളിൽ വെക്കുന്ന മാസ്ക്. അവിടെ മുഴുവൻ ഈ മ്യൂസിയത്തെ സ്വർണമായി, ഇതിനകത്തുനിന്ന് എടുത്ത സ്വർണ്ണങ്ങൾ. അപ്പൊ മിസ്രൈമിലെ നിക്ഷേപം അന്ന് എന്തുമാത്രമുണ്ട്. മോശ അത് വേണ്ടാന്ന് വെച്ചു. മോശ ഫറവോന്റെ പുത്രിയുടെ മകനായി ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അന്ന് ലോകത്തിൽ ലഭിക്കാവുന്ന എല്ലാ സുഖങ്ങളും, സകല സുഖങ്ങളും മോശയുടെ കൈത്തുമ്പിലാണ്. ആ ജഡീക സുഖങ്ങളും പ്രതാപങ്ങളും ഇതൊന്നും വേണ്ടാന്ന് വെച്ചു. ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. എന്തിനാണ് ഇവിടെ രേഖപ്പെടുത്തിയത്? പ്രതിഫലം നോക്കിയോ. ഞാനിങ്ങനെ അവിടെ നിന്ന് ഓർത്തു, ഈ പിരമിഡ് കണ്ടപ്പോൾ മോശ ഈ കൊട്ടാരത്തിൽ തന്നെയാണ് ജീവിച്ചിരുന്നതെങ്കിൽ മോശയുടെ ശവത്തിന്റെ പുറകിൽ മുകളിൽ ഒരു പിരമിഡ് കണ്ടേ. മോശയോട് അടക്കിയെന്ന് ദൈവം കാണിച്ചില്ല. നമ്മള് വചനത്തെ ശ്രദ്ധിച്ചാൽ യഹോവയുടെ വചനപ്രകാരം അവൻ മരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയേക്കുന്നത്. ജയൻ ഡാർബിയുടെ ബൈബിളിൽ ഒരു ഫുട്നോട്ട് കൊടുത്തിട്ടുണ്ട്. ബൈ ദ കിസ് ഓഫ് ഹിസ് മൗത്ത് ഹി ഡൈഡ്. ദൈവം കുനിഞ്ഞ് തന്റെ ദാസനെ ചുംബിച്ച് മരിച്ചെന്ന്. അതിനെക്കാട്ടി വലിയ മരണം എന്നോ വേണമില്ലേ? പ്രതിഫലം നോക്കിയത് കൊണ്ട് ഇതെല്ലാം വേണ്ടാന്ന് വെച്ചു. വളരെ വ്യക്തമായി ബൈബിളിൽ പ്രതിഫലത്തെക്കുറിച്ച് പരാമർശമുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ സഹോദരിമാരെ, മോശ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും പ്രതാപങ്ങളും ധനവും ഒക്കെ വേണ്ടാന്ന് വെച്ചത് പ്രതിഫലം നോക്കിയത് കൊണ്ട്. ഒരുത്തൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നെങ്കിൽ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കണം. ഈ പ്രതിഫലത്തെക്കുറിച്ച് ഒരു പഠനം ഞാൻ നടത്തി. എല്ലാം എടുക്കാൻ നിവൃത്തിയില്ല, പക്ഷെങ്കിൽ കുറെയെങ്കിലും എടുക്കാം. നിത്യത സോഷ്യലിസം അല്ല. പലരും ധരിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ ചെന്നാൽ എല്ലാം ഒരുപോലെ. സ്വർഗം ഒരു സോഷ്യലിസത്തിന്റെ സ്ഥലമാണെന്നാ പലരും കരുതിയിരിക്കുന്നത്. തെറ്റാണ്. ഹെവൻ ഈസ് നോട്ട് എ പ്ലേസ് ഓഫ് സോഷ്യലിസം. സ്വർഗത്തിൽ വ്യത്യാസമുണ്ട്. ആരാ ഇത് പഠിപ്പിച്ചത്? യേശുക്രിസ്തുവാണ് പഠിപ്പിച്ചത്. അങ്ങനെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം എടുത്താട്ടെ, അതിന്റെ 5-ാം അധ്യായം എടുത്തേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം നോക്കിയാട്ടെ. യെസ്, ഒരു കാര്യം കർത്താവ് പറഞ്ഞു. തന്റെ വചനത്തിലെ ഏറ്റവും ചെറുത്, വലുതല്ല, ഏറ്റവും ചെറുത് അഴിച്ച് പഠിപ്പിച്ചാൽ അവൻ സ്വർഗരാജ്യത്തിൽ പോകും. അവനെ തള്ളിക്കളയില്ല.
പെന്തിക്കോസുകാരെയും രക്ഷിക്കപ്പെട്ടവരാണ് സ്വർഗത്തിൽ കൊണ്ടുപോകും, അവരെ തള്ളിക്കളയത്തില്ല. പക്ഷെങ്കിൽ സ്വർഗത്തിൽ അവർ എങ്ങനെയായിരിക്കും? അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും. ഞാൻ ഓർത്തുപോയി, ഞാൻ ഈ ഉപദേശമൊക്കെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കുറെ നേരമൊക്കെ മിണ്ടാതിരുന്നു. എന്നാന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമ്മുടെ അപ്പന്മാരിത് പഠിച്ചത്? സഭയെ ഭരിക്കേണ്ടത് ഒരു മൂപ്പനല്ല, മൂപ്പന്മാരാണ്. ഇത് ഓരോ വാക്യത്തിന്റെ, പണ്ടാരാണ്ട് പറയുന്ന പോലെ കീറി മുറിച്ച് നോക്കുന്ന പോലെ അങ്ങനെ പഠിച്ചത്. ഏറ്റവും ചെറിയ കൽപ്പനകൾ പോലും ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാതെ ജീവിക്കുന്ന ഒരു കൂട്ടർ ലോകത്തിലുണ്ടെങ്കിൽ, ലോകത്തിൽ ഒരു കൂട്ടരുണ്ടെങ്കിൽ ഒറ്റ കൂട്ടരേ ഉള്ളൂ. അവരാരാ? വെറുതെ. അതുകൊണ്ട് ഒരു കാര്യം തീർച്ചപ്പെടുത്തിക്കൂ, പ്രതിഫലം വീതിക്കുന്ന നാളിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം തരും. ഇവിടെ കർത്താവ് പറഞ്ഞു, അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. സ്വർഗത്തിൽ ചെറിയവനുണ്ട്, സ്വർഗത്തിൽ വലിയവനുണ്ട്. തീർന്നില്ല. വേറെ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 18:4. മത്തായി 18:4. മത്തായി തന്നെ 18:4. ഇതും കർത്താവ് പറഞ്ഞത്. യെസ്, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ, സ്വർഗരാജ്യത്തിൽ ചെറിയവൻ, സ്വർഗരാജ്യത്തിൽ വലിയവൻ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ. ഇതാരാ പഠിപ്പിച്ചേ? യേശുക്രിസ്തു പഠിപ്പിച്ചു. അപ്പൊ സ്വർഗമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്ന സ്ഥലമല്ല. സ്വർഗത്തിൽ ആരാധനയ്ക്ക് ആഹ്വാനം കൊടുക്കുന്നു. ഞാൻ ആ 2 വാക്യം ഒന്ന് വായിച്ചോട്ടെ. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വയ്ക്കട്ടെ. 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അവിടെയും പ്രതിഫലമാണ് പറയുന്നത്. ചെറിയവരും വലിയവരുമായ ദൈവത്തിന്റെ ദാസന്മാർ. 19-ാം അധ്യായം നോക്കി, വെളിപാട് ദിവസം തന്നെ 19-ന്റെ 5-ാം വാക്യം. സ്വർഗത്തിൽ ആരാധനയ്ക്ക് ആഹ്വാനം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ. അപ്പൊ സ്വർഗത്തിൽ ചെറിയവരുമുണ്ട്, വലിയവരുമുണ്ട്, ഏറ്റവും വലിയവരുമുണ്ട്. സ്വർഗത്തിൽ സ്ഥാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. കർത്താവിനോടുള്ള വിശ്വസ്തത പുലർത്തുന്നവര് അവിടെ ആ വ്യത്യാസം കാണുവാനായിട്ട് കഴിയും. ചെറിയവര്, വലിയവര്, നമ്മുടെ റാങ്ക്സിൽ വ്യത്യാസമുണ്ട്. വേറെ ഒരു ഭാഗം ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. നമ്മളെല്ലാം തേജസ്കരിക്കപ്പെടാൻ പോവുകയാണ്. പക്ഷെ ബൈബിള് തീർത്തു പറയുന്നു തേജസ്സിൽ വ്യത്യാസമുണ്ടായി. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം എടുത്താട്ടെ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ പുനരുത്ഥാനത്തിന്റെ അധ്യായമാണല്ലോ. 1 കൊരിന്ത്യർ 15-ന്റെ 41-ാമത്തെ വാക്യം. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔണ്ണം തന്നെ. നമ്മളെല്ലാം തേജസ്കരിക്കപ്പെടും. പക്ഷേ തേജസ്സിൽ വ്യത്യാസമുണ്ട്. നക്ഷത്രങ്ങളെ നോക്കിയാൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ നക്ഷത്രത്തിന് തേജസ്സിൽ വ്യത്യാസമുണ്ട്. നമുക്കെല്ലാം നിറത്തിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു അമേരിക്കൻ കമ്പനിക്ക് ഏതാണ്ട് 10-17 വർഷം ജോലി ചെയ്ത. ഈ അമേരിക്കൻ കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ വെൽ ഡ്രസ്ഡായിട്ടാണ് പോകാനൊക്കെ, കൈയൊക്കെ കെട്ടി ടിപ് ടോപ്പായിട്ടാണ് പോകുന്നത്. ഞാൻ ഒരുപാട് നാഷണൽസിന്റെ കൂടെ ജോലി ചെയ്തു. അതില് ജോർഡാനികളും എൻ്റെ കൂടെയും ജോലി ചെയ്തു. ഈ ജോർഡാനിയുടെ അടുക്കൽ ഞാൻ എത്ര ഡ്രസ് ചെയ്ത് ജോർഡാനിയുടെ അടുത്ത് നിന്നാലും എനിക്ക് ഇച്ചിരി വൈക്ലഭ്യം തോന്നും. കാരണം എനിക്ക് ഇച്ചിരി കറുപ്പ് നിറം. ഇവൻ വെള്ളയെന്ന് മാത്രമല്ല, അവന്റെ ചെള്ളയൊക്കെ ഏതാണ്ട് പിങ്ക് കളറാണ്. അവരുടെ അടുക്ക നമ്മൾ നിൽക്കുമ്പോൾ ഒരൊറ്റ അല്പം വൈക്ലഭ്യം തോന്നുമെങ്കിലും എന്നെ ഒരു പാഠം പഠിപ്പിച്ചു. ഇന്ന് എനിക്ക് നിവൃത്തിയില്ല, എൻ്റെ അപ്പൻ്റെ നിറം എനിക്ക് കിട്ടി.
സ്വർഗത്തിൽ ചെല്ലുമ്പോൾ തേജസ്സിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ദൈവവചനം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശോഭിക്കാൻ പോകുന്ന ആരാന്നറിയാം? ദാനിയേലിന്റെ പുസ്തകം എടുത്ത് 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കി. ദാനിയേൽ 12:3 അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അധികം ശോഭിക്കാൻ പോകുന്ന ആരാണ്? ദാനിയേൽ 12:3 ഓ, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ എങ്ങനെയിരിക്കും? നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. ആരോ ഇങ്ങനെ പറഞ്ഞു, ഈ ലോകത്തിൽ നക്ഷത്രങ്ങളുണ്ട്. ആരാന്നറിയാമോ? സ്പോർട്സ് സ്റ്റാർസ്, ഫിലിം സ്റ്റാർസ്. ഇന്നത്തെ മനോരമ എടുത്ത ഫ്രണ്ടിൽ ഒരാൾ ഫോട്ടോ, അയാൾ ഇങ്ങനെ ശോഭിക്കുക. അദ്ദേഹം ഫിലിം സ്റ്റാറാണ്. പക്ഷെ നമ്മൾ ആരാകാൻ പോവാ? ഹെവൻലി സ്റ്റാർസ്. അവരൊക്കെ അല്പസമയത്തേക്കേ ശോഭിക്കുകയുള്ളൂ. നമ്മളോ എന്നേക്കും ശോഭിക്കും. വണ്ടർഫുൾ. അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ. നമ്മളിവിടെ ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിച്ചു, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ, അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും ശോഭിക്കും. ആ ശോഭ ഒരിക്കലും മങ്ങിപ്പോവില്ല. ആ നക്ഷത്രം സ്വർഗീയ നക്ഷത്രങ്ങളാണ്. അവർ വെട്ടിത്തിളങ്ങുമ്പോൾ അവരുടെ നിറത്തിന് വ്യത്യാസമുണ്ട്. വളരെ വ്യക്തമായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാനിത് ആദ്യം പ്രസംഗിക്കാൻ എനിക്ക് മടി തോന്നി. ഇങ്ങനെയാണോ എന്നറിയാൻ അങ്ങനെ നമ്മുടെ പിതാക്കന്മാർ എഴുതിയ ബുക്കുകളൊക്കെ ഞാൻ പരിശോധിച്ചു. ഡോക്ടർ H. A. Ironside എഴുതി, ഇൻ ദ ഡേ there will be difference in glory according to the measure of our devoutness to Christ down here. നമ്മുടെ കർത്താവിനോടുള്ള ആ സമർപ്പണവും ഭക്തിയും ആധാരമാക്കി നമ്മുടെ ശോഭയ്ക്ക് അവിടെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ന് കർത്താവിനെ സ്നേഹിക്കുന്നതും അവനോട് സമർപ്പിക്കുന്നതിനും ഒക്കെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അവിടെ പ്രതിഫലിക്കും. പ്രസിദ്ധനായ സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞു, their splendor is unequal, their heaven is one. അവരുടെ സ്വർഗം ഒന്നായിരിക്കുമെങ്കിലും അവരുടെ ശോഭയ്ക്ക് വ്യത്യാസമുണ്ടായിരിക്കും. സഹോദരന്മാരെ, സ്വർഗീയ തേജസ് കൊണ്ട് നിറയും നമ്മളൊക്കെ തേജസ്കരിക്കപ്പെടും, സംശയമില്ല. പക്ഷെ തേജസ്സിൽ വ്യത്യാസമുണ്ടായിരിക്കും. കർത്താവിനോടുള്ള ഭക്തിയും കർത്താവിനോടുള്ള സമർപ്പണവും ഒക്കെ അത് പ്രതിഫലിക്കുന്നതായിരിക്കും. നീതിയോടെ വിധിക്കുന്ന കർത്താവ്, ന്യായമായി വിധിക്കുന്നവൻ, ഒരു ജഡികനായി ജീവിച്ച വിശ്വാസിയും ഒരു ആത്മീകനായി ജീവിച്ച വിശ്വാസിയും, ജീവിതത്തെ ക്രമീകരിച്ച് ജീവിച്ച വിശ്വാസിയും ഒരുപോലെ പ്രതിഫലങ്ങൾ കൊടുത്ത് മാനിക്കത്തില്ല. എന്റെ സ്ഥാനത്തിന് വ്യത്യാസമുണ്ടായിരിക്കും, എന്റെ ശോഭയ്ക്ക് വ്യത്യാസമുണ്ടായിരിക്കും. തീർന്നില്ലേ? അന്ന് എന്റെ പ്രതിഫലങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കിരീടങ്ങൾ പ്രതിഫലമായി പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ കിരീടങ്ങൾ പ്രതിഫലമായി പറഞ്ഞത്? ബൈബിളിലെ ഒരു പഠനം തന്നെയാണ്, ഒരു ബൈബിൾ സ്റ്റഡിക്ക് ഉതകേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവന്റെ ശിരസിൽ അനേക രാജമുടി. വെളിപ്പാട് പുസ്തകം 19:12 there are many crowns on his head. ഈ ലോകത്തിൽ കടന്നു വന്ന കർത്താവിന്റെ ശിരസിൽ വെച്ചത് മുൾക്കിരീടമാണ്. അവനെ പരീക്ഷിക്കാൻ വെച്ചത് മുൾക്കിരീടമാണ്. എന്നാൽ അവൻ മടങ്ങി വരുമ്പോൾ പിതാവായ ദൈവം അവനെ അനുഗ്രഹിച്ച് മാനിച്ച് ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവന്റെ ശിരസിൽ അനേക കിരീടങ്ങൾ ഉണ്ടായി. പക്ഷെ അവന്റെ ഒരാഗ്രഹമുണ്ട്. അവന്റെ കാന്തയായ മണവാട്ടി അവന്റെ വലത്ത് ഭാഗത്തിരിക്കുമ്പോൾ അവളുടെ ശിരസിലും കിരീടം കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു രാജാവ് കിരീടധാരിയായിട്ടിരിക്കുമ്പോൾ രാജ്ഞിയുടെ ശിരസിലും കിരീടം കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ പുതിയ നിയമം പഠിക്കുമ്പോൾ ഒരു വ്യത്യാസം കാണാം. കർത്താവിന്റെ ശിരസിൽ ഇരിക്കുന്ന കിരീടത്തിന് ഗ്രീക്കിൽ ഡിയാഡം എന്ന വാക്കാണ്. ഡിയാഡം എന്ന വാക്കിന്റെ അർത്ഥം രാജകിരീടം, രാജകീയ കിരീടം, റോയൽ ക്രൗൺ. കർത്താവ് രാജാവായി പിറന്നവനാണ്. അവന്റെ ശിരസിൽ രാജകീയ കിരീടമുണ്ട്. വിശ്വാസികളുടെ ശിരസിൽ രാജകീയ കിരീടമല്ല. അവരുടെ ശിരസിൽ ഉള്ളത് സ്റ്റേഫാനോസ്. ഗ്രീക്കിൽ സ്റ്റേഫാനോസ് എന്ന് പറഞ്ഞാൽ വിക്ടേഴ്സ് ക്രൗൺ, വിജയാളിയുടെ കിരീടം. ഇത് രണ്ടും അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം.
രാജാവായി പിറന്നവരുടെ ശിരസിൽ രാജകീയ കിരീടമാണ്, അത് ഡിയാഡം. നമുക്കെല്ലാം കിരീടമൊന്നും ധരിക്കാനൊക്കത്തില്ല. ഒരു രാജകിരീടം ധരിക്കുന്ന ഒരു രാജാവിന്റെ, രാജകുടുംബത്തിലുള്ളവന്റെ ചോര നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമാണ്. ഞാനൊരു അനുഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞു, ഞാനൊരു അമേരിക്കൻ കമ്പനിക്ക് ജോലി ചെയ്തു മസ്കറ്റിൽ. ഞാൻ സാധാരണ ഫോൺ ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്ത് ആളുകളെ മീറ്റ് ചെയ്യും അമേരിക്കൻ ലൈഫ് ഇൻഷുറൻസിന്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ. ഒരിക്കൽ മനസ്സിലാക്കി, രാജകുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഇംഗ്ലണ്ടിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സെയ്ത്വനി. കാര്യങ്ങളൊക്കെ ഞാൻ ഹോംവർക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ ഒരുങ്ങി നല്ലതായിട്ട് ഡ്രസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞ അപ്പോയിന്റ്മെന്റ് സമയത്ത് അവിടെ ചെന്നു. ഞാനും പുള്ളിയും മാത്രം ഓഫീസിൽ ഇരിക്കുക. ഞാൻ ഭയങ്കര ബഹുമാനത്തോടെ മിസ്റ്റർ സേത്വനി, മിസ്റ്റർ സേത്വനി എന്നും പറഞ്ഞ് സംസാരം തുടങ്ങി. 1-2 പ്രാവശ്യം മിസ്റ്റർ എന്ന് വിളിച്ചപ്പം അദ്ദേഹം എന്നെക്കാട്ടി വളരെ പ്രായക്കുറവാണ്. എന്നോട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഡോണ്ട് കോൾ മീ മിസ്റ്റർ, എന്നെ മിസ്റ്റർ എന്ന് വിളിക്കല്ലേ, എന്നെ വിളിക്കേണ്ടത് ഹിസ് ഹൈനസ് HH. അപ്പോഴാണ് എൻ്റെ അബദ്ധം എനിക്ക് മനസ്സിലായത്. രാജ ബ്ലഡ് ഉള്ളവന് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല, ആ രാജ പ്രൗഢി അവന്റെ ചോരയ്ക്കാണ്. രാജാവിനെ വിളിക്കുന്നത് ഹിസ് മജസ്റ്റി, രാജകുടുംബത്തിലുള്ളവരെ ഹിസ് ഹൈനസ് എന്ന് വിളിക്കും. ഞാൻ തിരുത്തേണ്ടി വന്നു. നമുക്ക് കിരീടം ധരിക്കാൻ അവകാശമുള്ളവരുണ്ട്. നാം രാജകുടുംബത്തിലൊന്നും ജനിച്ചതല്ല, എന്നാൽ നമ്മെ അവന്റെ കാന്തയാക്കി തീർത്തിരിക്കുകയാണ്. നാം കിരീടം ധരിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. അവന്റെ കാന്ത അവന്റെ വലച്ചുഭാഗത്തിരിക്കുമ്പോൾ അവിടെ ശിരസിൽ കിരീടം കാണണം. ആ കിരീടം നമ്മൾ നേടിയെടുക്കുന്നതാണ് സ്റ്റെഫാനോസ്, വിക്ടേഴ്സ് ക്രൗൺ. ഒരു പോരാട്ടത്തിന്റെ ശേഷം, ഒരു മൽപ്പിടുത്തത്തിന്റെ ശേഷം, ഈ ലോകത്തിൽ ജഡത്തിന്റെയും ഈ ലോകത്തിൽ ലോകത്തിന്റെയും ഒക്കെ സാത്താന്റെ ഒക്കെ പ്രതികൂലങ്ങളുടെ നടുക്ക് ഈ വിശ്വാസ ജീവിതത്തിൽ പടവെട്ടി മുന്നോട്ട് പോയി വിജയാളിയുടെ കിരീടം ധരിക്കാൻ പോവുകയാണ്. അതിന്റെ പേരാണ് സ്റ്റെഫാനോസ്. ഈ കിരീടം ധരിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യം. 2 കാര്യങ്ങൾ. ഒന്ന്, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ഒന്ന് വയ്ക്കട്ടെ, അതിന്റെ 11-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം സഭയോട് പറയുന്ന വാക്കാണ്. ഓ, ഞാൻ വേഗം വരികയാണ്, നിന്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളണം. എന്താണ് അതിന്റെ ആശയം? ശൗല് രാജാവായിരുന്നു. ശൗലിന്റെ ശിരസിൽ കിരീടമുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ്. ശൗലിന്റെ പരാജയം, ആ കിരീടം ദാവീദിന്റെ ശിരസിലോട്ട് മാറി. യോവാബ് സൈന്യാധിപനായിരുന്നു. അവന്റെ ശിരസിലെ കിരീടം മാറി അബ്യാഥാറിന് ലഭിച്ചു. 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യൂദ. ആ യൂദയുടെ കിരീടം പോയി, അവനെ പകരം മത്യാസിനെ തെരഞ്ഞെടുത്തു. ഇസ്രായേൽ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു. അവരെ മാറ്റിയിട്ട് ആ വെളിച്ചത്തിന് സഭയെ തെരഞ്ഞെടുത്തു. നിന്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കരുത്, സൂക്ഷിച്ചു. കിരീടങ്ങൾ പ്രതിഫലമാണ്. കിരീടങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, ഇനി ഉണ്ടാക്കാൻ പോവുകയല്ല. പൗലോസ് എന്താ പറഞ്ഞത്? ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നീതിയുടെ കിരീടം എനിക്കായി ഉണ്ടാക്കാൻ പോകുന്നതല്ല, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മുടെ പേരിൽ കിരീടങ്ങൾ അവിടെ ഉണ്ട്. ആ കിരീടം എന്റെ പ്രതിഫലമാണ്. എന്നെക്കുറിച്ച് ചില ആഗ്രഹങ്ങൾ കർത്താവിനുണ്ട്. ഞാനത് ചെയ്തു തീർക്കുമ്പോൾ എന്നെ മാനിക്കാൻ തരുന്നതാണ് ഈ കിരീടം. എന്നാൽ എനിക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എനിക്ക് പകരം കർത്താവ് വേറെ ആളെ കൊണ്ടു. ആ വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ എനിക്ക് വെച്ചിരുന്ന കിരീടം ആർക്ക് കൊടുക്കും? ആ വ്യക്തിക്ക്. ഇവിടെ അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിന്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കരുത്. Hold fast that which you have. എന്നെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ഞാനത് നിവർത്തിപ്പാൻ ബാധ്യസ്ഥൻ, അല്ലെങ്കിൽ എന്റെ കിരീടം നഷ്ടപ്പെടും. രണ്ടാമത് 2 തിമോഥെയോസ് 2:5.
രണ്ട് തിമോഥെയോസ് 2:5 വായിച്ചാൽ. യെസ്, ഒരുത്തൻ മല്ല് കിട്ടിയാലും ചട്ടപ്രകാരം പോരാടും. ഏത് കളിക്കും അതിൻ്റെതായ ഒരു പ്രമാണമാണ്. ഏത് കളിയും ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം തന്ന പ്രമാണത്തിന്റെ പേരാണ്, ചട്ടങ്ങളുടെ പേരാണ് എന്ത്? ഉപദേശം. തിമോഥെയോസിന് എഴുതി, ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കില്ല. അൺലെസ് യു സ്ട്രൈവ് ലോഫുള്ളി യു വിൽ നോട്ട് ബി ക്രൗൺഡ്. ഞാൻ പ്രതിഫലം പ്രാപിക്കാനായിട്ട് അധ്വാനിക്കണമെന്ന് മാത്രമല്ല, ഞാൻ ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയതിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. വിശ്വാസികൾക്ക് സൂക്ഷിച്ച് പരിശോധിച്ചാൽ 5 കിരീടങ്ങൾ പ്രതിഫലമായി പറഞ്ഞിട്ടുണ്ട്. 5 കിരീടം ഓടിച്ച് നമുക്ക് നോക്കാം. ഇനിയുള്ള സമയം ഓടിച്ച് ഞാൻ പറയും. 1, വാടാത്ത കിരീടം, അൻ ഇൻകറപ്റ്റബിൾ ക്രൗൺ. ആ വാക്യങ്ങളിലൂടെ വായിച്ച് നമുക്ക് വിടാം. 1 കൊരിന്ത്യർ 9 അധ്യായം നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 9 അധ്യായം അതിൻ്റെ 23 തൊട്ടുള്ള വാക്യം. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നെങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. പൗലോസ് പറയുകയാണ്. പൗലോസ് ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു സുവിശേഷത്തിന് വേണ്ടി. പൗലോസിന്റെ ജീവിതം മുഴുവൻ ഓട്ടമാണ്. ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. കപ്പൽ യാത്ര, കപ്പൽ ഛേദം, അവിടെ അടികളേൽക്കുന്നു, കഷ്ടം സഹിക്കുന്നു, പട്ടിണി കിടക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ പൗലോസ് അനുഭവിക്കുന്നു. പൗലോസ്, എന്തിനാ നീ ഇങ്ങനെ കഷ്ടം സഹിക്കുന്നു? പൗലോസിന് മറുപടി ഒന്നേ ഉള്ളൂ, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകണം. I want a part in the gospel. സുവിശേഷത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ ഇത് പ്രചരിപ്പിക്കാൻ നമ്മൾ പോകും. ഞാൻ രക്ഷിക്കപ്പെട്ടത് 1974. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ കോട്ടയം കൺവെൻഷൻ ഞാൻ ഒരു ദിവസം പോയി പുറകിലിരിക്കുക. ആ കൺവെൻഷൻ ഞാൻ പിന്നെ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ആ കോട്ടയം കൺവെൻഷന്റെ പുറകിൽ ഞാൻ ഇരിക്കുമ്പോൾ KG തോമാച്ചൻ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു. എന്നോട് പറഞ്ഞു, അപ്പച്ചനെ ഒന്ന് പോയി കാണാം. പറഞ്ഞു, പോകാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൺവെൻഷൻ കഴിഞ്ഞു KG തോമാച്ചനെ കാണുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. KG തോമാച്ചനോട് ഇദ്ദേഹം പറഞ്ഞു, കൂട്ടുകാരൻ പറഞ്ഞു, രാജു എന്ന് എന്നെ വിളിക്കും. രാജുവിന് ഈ സുവിശേഷ വേലയിലൊക്കെ വലിയ താല്പര്യമാണ്. അപ്പൊ KG തോമാച്ചൻ അന്നൊരു കാര്യം പറഞ്ഞു, അതെന്നെ മനസ്സിൽ കുറിച്ചിട്ടു. അദ്ദേഹം പറഞ്ഞു, പ്രായം ചെന്ന് ക്ഷീണിതനായിരിക്കുന്ന അദ്ദേഹം പറയുക, സ്വർഗത്തിൽ സുവിശേഷം അറിയിക്കാൻ അനുവാദം കൊടുത്താൽ സ്വർഗം ഒരു നിമിഷം കൊണ്ട് ശൂന്യമായി പോകും. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൂതന്മാരൊക്കെ കുനിഞ്ഞു നോക്കുകയാണ്. ക്രിസ്തുവിന് വരുന്ന കഷ്ടവും പിൻവരുന്ന മഹിമയും. അവർക്ക് സുവിശേഷം അറിയിപ്പാൻ അനുവാദമില്ല. പാവപ്പെട്ട നമ്മളാണ് സുവിശേഷം അറിയിക്കുന്നത്. ഈ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നേ ഉള്ളൂ. സ്വർഗത്തിൽ ദൈവം അനുവദിക്കുകയാണ്, നിങ്ങൾ പോയി സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സകല ദൂതന്മാരും താഴെ ഇറങ്ങി വരും. കാരണം അവർക്കറിയാം സുവിശേഷത്തിന്റെ മഹത്വം. പൗലോസ് ഓടുകയാണ്. എന്തിനാ പൗലോസെ ഓടുന്നത്? സുവിശേഷത്തിൽ ഒരു പങ്കാളിയാണ്. പൗലോസ് പറയുന്നു, അവർക്ക് ലഭിക്കുന്ന കിരീടം വാടാത്ത കിരീടം. പഴയ കാലത്ത് ആ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ കൊടുക്കുന്നത് വാടുന്ന കിരീടം, ഒലീവ് ഇലകൾ കൊണ്ട് വളച്ചെടുത്ത ഒരു കിരീടം. ആ സദസ്സിൽ വെച്ച് കിട്ടുമ്പോൾ വലിയ കരാഘോഷമാണ്. പക്ഷേ ഏതാനും മിനിറ്റിനുള്ളിൽ അത് വാടിപ്പോകും. നമുക്ക് ലഭിക്കുന്നത് ഒരിക്കലും വാടിപ്പോകത്തില്ല. ഇൻകറപ്റ്റബിൾ ക്രൗൺ, എന്നും നിലനിൽക്കും. രണ്ടാമത് പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സ്. 1 തെസ്സലോനിയർ 2:19-20. ഫിലിപ്പ് ലേഖനം 4:1. എന്താണ് അവിടെ? ആർക്കു വേണ്ടിയാണ് ഈ കിരീടം? പൗലോസ് അവിടെ പറയുന്നത് ആത്മാക്കളെ നേടുന്നവർക്ക് വേണ്ടിയാണ്. 1 തെസ്സലോനിയർ 2 അധ്യായം നോക്കിക്കാട്ടെ.
1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 19. പൗലോസ് മൂലം രക്ഷിക്കപ്പെട്ടു വന്ന തെസ്സലോനിക്കയിലെ വിശ്വാസികൾ, നിങ്ങളാണ് പ്രശംസയുടെ കിരീടം. ഫിലിപ്പ് ലേഖനം 4:1 വായിക്കുന്നു. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എന്റെ സന്തോഷവും കിരീടമായുള്ളവരെ, ആത്മാക്കളെ നേടുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന കിരീടം, പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിങ്. ആദ്യം ചിന്തിച്ചത് സുവിശേഷത്തിൽ പങ്കാളിയാകണം. പല വിധത്തിൽ സുവിശേഷത്തിൽ പങ്കാളികളാകണം, പല വിധത്തിൽ പങ്കാളികളാണ്. എന്നാൽ ഇവിടെ ആത്മാക്കളെ നേടിയെടുക്കുവാൻ വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കിരീടം. നമ്മളിൽ പലരും ഈ ആത്മാക്കളെ നേടുന്നതിന്റെ മഹത്വം മനസ്സിലാകുന്നില്ല. സദൃശവാക്യം 11:30 വായിക്കുന്നുണ്ട്, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. സഹോദരന്മാരെ, ഒരു നരകത്തിലേക്ക് പോകുന്ന വ്യക്തിയെ സ്വർഗത്തിലേക്ക് അവകാശികളാക്കി തീർക്കുകയാണ് സുവിശേഷം പങ്കുവെക്കുമ്പോൾ. ചിലരുടെ ഹൃദയം തുറക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. മൂന്നാമത്, ഇതൊക്കെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം, എന്നാൽ മൂന്നാമത് നീതിയുടെ കിരീടം. 2 തിമോത്തിയോസ് 4-ാം അധ്യായം, 2 തിമോത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 6 തൊട്ട് 8 വരെയുള്ളവ. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവർക്ക്, കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുവാൻ പ്രിയം വെച്ചവർ, those who love his appearing, അവർക്കുള്ള കിരീടമാണ് എന്ത്? നീതിയുടെ കിരീടം. എന്റെ കർത്താവിനെ കാണണമെന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. എന്റെ മനസ്സതിനു വേണ്ടി വാഞ്ചിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം അതിനെ ആസ്പദമാക്കിയായി അവന്റെ വരവിന് വേണ്ടി ബന്ധപ്പെടുത്തുന്ന ജീവിതം. കർത്താവിനെ കാണണം. ഇവിടെ നമ്മൾ വായിച്ചതുപോലെ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചവരും അവനെ കാണണമെന്നുള്ള ആഗ്രഹം, അവന്റെ സന്നിധിയിൽ എനിക്ക് ഇരിക്കണം. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഒരു കിരീടം കിട്ടും. കർത്താവിന്റെ അടുക്കൽ ഇരിക്കണമെന്നുള്ള ആഗ്രഹം ഹൃദയത്തിൽ സത്യം. പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം ഹൃദയത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അത് പ്രതിഫലിക്കും. 4-ാമത്തെ കിരീടം നോക്കാം, ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം നോക്കി, 2 വേദഭാഗം. വെളിപ്പാട് 2:10, യാക്കോബ് 1:12. വെളിപ്പാട് 2:10, യാക്കോബ് 1:12. മരണപര്യന്തം വിശ്വസ്തനായിരിക്കും, എന്നാൽ ജീവകിരീടം പ്രാപിക്കും, ക്രൗൺ ഓഫ് ലൈഫ്. മാർട്ടിയേഴ്സ്, മരിക്കുന്നവർക്ക് വേണ്ടിയുള്ള കിരീടമാണ്. എന്നാൽ യാക്കോബ് 1:12 വായിച്ചു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷകൾ സഹിക്കും, ആ പരീക്ഷകൾ സഹിക്കുന്നു. കർത്താവിന്റെ നാമം ദുഷിക്കാതിരിപ്പാൻ സഹിക്കുക. പക്ഷേ കർത്താവ് അത് കണ്ടുകൊണ്ടിരിക്കുക. കുടുംബജീവിതം, ഭർത്താവ് ചിലപ്പോൾ ഈ വിധത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. ദൈവനാമം ദുഷിക്കപ്പെടാതിരിപ്പാൻ അവൾ സഹിക്കുകയാണ്. പരീക്ഷ സഹിക്കുന്ന അത് ചിലപ്പോൾ മരണത്തിലേക്ക് വരെ മാറും. എന്നാൽ പരീക്ഷ സഹിക്കുന്നവർക്കും മരിക്കുന്നവർക്കും, ആ വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്നവർക്കും വാഗ്ദത്തം ചെയ്ത കിരീടമാണ് ജീവകിരീടം, ക്രൗൺ ഓഫ് ലൈഫ്. അവസാനമായി 5-ാമത് പറയുന്ന ഒരു കിരീടമുണ്ട്. ആ കിരീടം ഒന്ന് നോക്കാം. 1 പത്രോസ് 5, 1 പത്രോസ് 5, 1 പത്രോസ് 5-ാം അധ്യായം.
അതിൻ്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യം. നിങ്ങളിലുള്ള മൂപ്പന്മാരും ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സും കൂട്ടാളിയുമായി ഞാൻ പ്രബോധിപ്പിക്കുന്നു. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെ ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിരുന്നു കൊണ്ട് അധ്യക്ഷത ചെയ്യുവൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ദൈവസഭയെ പരിപാലിക്കുന്ന ഇടയന്മാർ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോലി ആടിനെ മേയ്ക്കുന്നതാണ്. അവർക്ക് പ്രത്യേക ഒരു കിരീടം പറഞ്ഞു. ന്യായമായിട്ടൊരു ചോദ്യം വന്നേക്കാം, ഇത് നമുക്കില്ലയോ എന്നൊക്കെ ഒരു ചോദ്യം വന്നേക്കാം. ഇടയന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? സൗകര്യന്മാർ ചോദിച്ചേക്കാം, ഇത് സൗകര്യന്മാർക്ക് ഇല്ലയോ എന്നൊക്കെ ചോദിച്ചേക്കാം. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടം, ഉത്തമഗീതം 1:8 ശൂന്യമിയോട് കാന്തൻ പറയുന്നുണ്ട്, നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ ചെന്ന് നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. ശൂന്യമിയോട് പറയുന്ന വലിയ ദൗത്യം, അവളുടെ കരങ്ങളിൽ കൊടുത്ത ചില കുഞ്ഞാടുകളുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മക്കളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഏർപ്പെടുന്ന ചില ചെറുപ്പക്കാരായിരിക്കാം, ഒരുപക്ഷെ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ എന്ന നിലയിൽ നിങ്ങളുടെ കരങ്ങളിൽ ദൈവം തന്ന ചില കൊച്ചു ആത്മാക്കളായിരിക്കാം. ഇടയന്മാരുടെ കൂടാരം ദൈവസഭയാണ്. ഇടയന്മാരുടെ കൂടാരങ്ങൾക്കരികിൽ നിന്റെ കുഞ്ഞാടിനെ മേയ്ക്കാം. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷപ്പെടുന്ന ദിവസം അവർക്കും പ്രതിഫലം കൊടുക്കില്ല എന്ന് ആർക്കറിയാം? ഒരു കാര്യം തീർത്തറിയാം, സഭയെ പരിപാലിക്കുന്ന ഇടയന്മാർക്ക് പ്രത്യേകം പറഞ്ഞൊരു കിരീടമാണ് ഈ തേജസ്സിന്റെ കിരീടം. സോന്മാര് 5 കിരീടങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കിരീടങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഓർത്തതുപോലെ ചട്ടപ്രകാരം പോരാറില്ല. കിരീടം പ്രാപിക്കണമെങ്കിൽ എന്റെ കിരീടം മറ്റൊരുത്തൻ എടുക്കാതിരിപ്പാൻ എനിക്കുള്ളത് പിടിച്ചുകൊള്ളണം. എനിക്ക് നൽകുന്ന കിരീടം നമ്മൾ ഓർത്തതുപോലെ സ്റ്റെഫാനോസ് വിജയാളിയുടെ കിരീടമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ കിരീടം എത്ര നാൾ എൻ്റെ ശിരസിലിരിക്കും? കർത്താവ് മടങ്ങി വരുമ്പോൾ പ്രതിഫലങ്ങൾ പ്രാപിച്ച് ഞാൻ മടങ്ങി വരികയും, ഞാൻ ഉൾപ്ലാവണത്താൽ എടുത്തുകൊള്ളപ്പെട്ടു, അവിടെ വെച്ച് ഈ കിരീടങ്ങളൊക്കെ എനിക്ക് ലഭിച്ചു. ഞാൻ ആ കിരീടങ്ങളൊക്കെ ധാരിയായി 1000 ആണ്ട് വാഴ്ചക്കായിട്ട് ഭൂമിയിൽ വരുന്നു. ഈ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പുതിയ ഭൂമിയിലോട്ട് കയറും. അന്നേരം ഈ കിരീടം എടുത്തു കളയുമോ? ഇല്ല. വെളിപാട് പുസ്തകം എടുത്താട്ടെ, 22-ാമത്തെ അധ്യായം, 22-ാമത്തെ അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 22. അവിടെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിന്റെ അവസാനം 7 കൂട്ടം അനുഗ്രഹങ്ങൾ മനുഷ്യന് ലഭിക്കാൻ പോവുകയാണ്. അവസാനം വീണ്ടെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. എത്ര നാളാ? എന്നേക്കും. നമ്മൾ ഓർക്കണം, 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് പുതിയ ഭൂമിയിലോട്ട് കയറും. പുതിയ ഭൂമിയില് മരണമില്ല, ജനനമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, വാക്യങ്ങളൊക്കെ വേണേ എടുക്കാം. പുതിയ ഭൂമിയില് വരാനിരിക്കുന്ന പുതിയ ഭൂമിയിൽ ജനനമുണ്ട്, മരണമില്ല. അങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഭൂമി നിറയത്തില്ലേ? പിന്നെന്തോ? 1-2 വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 9:7 നോക്കി. നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് നമുക്കറിയാം. യെശയ്യാപ്രവചനം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, അവന്റെ ആധിപത്യത്തിന്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകത്തില്ല. ഇംഗ്ലീഷിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഓഫ് ദ ഇൻക്രീസ് ഓഫ് ഹിസ് കിങ്ഡം ആൻഡ് പീസ് there will be no end. വളർന്നുകൊണ്ടിരിക്കുന്ന അവന്റെ സാമ്രാജ്യത്തിന് ഒരിക്കലും അവസാനമില്ല. വീണ്ടെടുപ്പ് പൂർത്തീകരിക്കും. 1000 ആണ്ട് വാഴ്ച കഴിയും, പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കും. 1000 ആണ്ട് വാഴ്ചയിലും മരണമുണ്ട്, പാപികൾ മരിക്കും. എന്നാൽ പുതിയ ഭൂമിയിൽ കടന്നു ചെല്ലുമ്പോൾ മരണമില്ല, ജനനമുണ്ട്. അവന്റെ രാജ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ലോകത്തിൽ ഭരിക്കുവാൻ ആഗ്രഹിച്ച കത്തോലിക്ക സഭ
ഇന്നും അവരത് ആഗ്രഹിക്കുന്നു. അവരുടെ മധ്യത്തിൽ വിശ്വസ്തരായി തീർന്ന ഒരു കൂട്ടം ആളുകളുണ്ടായി. അവരോട് വാക്ക് പറയുന്നത് ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 26-27 വാക്യം. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ടവരെ മേയ്ക്കും. അവൻ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുക എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ചയാണ് ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുന്നു. സങ്കീർത്തനം 2-ലൊക്കെ വായിക്കുന്നുണ്ട്. കർത്താവ് ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കാം. അവരനുസരിച്ചില്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് അനുസരിപ്പിക്കും. അന്ന് ഞാൻ നിങ്ങൾക്ക് അധികാരം തരും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കാൻ. അവിടെ കൊണ്ട് തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് 28-ാം വാക്യം, ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ഞാനൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഈ ഉദയ നക്ഷത്രം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇയ്യോബിന്റെ പുസ്തകം എടുത്താട്ടെ, 38-ാം അധ്യായം. ഇയ്യോബിന്റെ പുസ്തകം 38-ാമത്തെ അധ്യായം. ഇയ്യോബിന്റെ പുസ്തകം 38, 4 തൊട്ടുള്ള വാക്യം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? എന്നിട്ട് ഭൂമിക്ക് അടിസ്ഥാനം ഇട്ട സമയം പറയുക. 6-ാം വാക്യം, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെ സന്തോഷിക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ 2 കൂട്ടർ സന്തോഷിക്കുന്നു. ഒന്ന്, പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചു, ദൈവപുത്രന്മാരും സന്തോഷിച്ചു. ഈ പ്രഭാത നക്ഷത്രം മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന കർത്താവിനെ അല്ല. കർത്താവിനെ ആണെങ്കിൽ ഏകവചനത്തിൽ ഉപയോഗിക്കും. പ്രഭാത നക്ഷത്രങ്ങൾ ബഹുവചനമാണ്. 2, ഇംഗ്ലീഷിൽ വായിച്ചാൽ അത് സ്മോൾ ലെറ്ററാണ്. കർത്താവിനെ കുറിച്ച് പറയുന്നിടത്ത് ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ ഇത് ഒരു കൂട്ടം നക്ഷത്രങ്ങൾ. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ ഒരു കൂട്ടം നക്ഷത്രങ്ങൾ, പ്രഭാത നക്ഷത്രങ്ങൾ, മോർണിംഗ് സ്റ്റാർസ് സന്തോഷിച്ചു. ദൈവപുത്രന്മാർ, ദൂതന്മാരാണ്, അവര് സന്തോഷിച്ചു. ഇതിന്റെ കാരണം ചില പണ്ഡിതന്മാർ പറയുന്നു, വീണ്ടെടുപ്പ് പൂർത്തീകരിച്ച് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് പുതിയ ഭൂമിയും കഴിഞ്ഞ് ജനങ്ങൾ പെറ്റുപെരുകുന്നു, മരിക്കുന്നില്ല. ഭൂമിയിൽ ജനങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ ഈ പ്രഭാത നക്ഷത്രങ്ങളിലും ഞാൻ ജയിക്കുന്നതിന് ഉദയ നക്ഷത്രവും കൊടുക്കും. പൂർണ്ണമായ വെളിപ്പാട് നമുക്കില്ല. പക്ഷെ ഒരു കാര്യം പറയാം, വളർന്നുകൊണ്ടിരിക്കും അവന്റെ രാജ്യം. യെശയ്യാ 9:7, അവന്റെ രാജ്യത്തിന്റെ വർധനയ്ക്ക് അവസാനമില്ല. ഈ നക്ഷത്രജാലങ്ങളെയൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടിരിക്കുകയല്ല. വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ ഈ കർത്താവിനോട് കൂടെ കൂട്ടവകാശികളായി, കൂടെ ഭരിക്കുന്നവരായി തീരും. നമ്മുടെ ഇന്നത്തെ വിശ്വസ്തത അവിടെ പ്രതിഫലിക്കുമ്പോൾ ഈ വിശ്വസ്തതയ്ക്കനുസരിച്ച് നമുക്കവിടെ സ്ഥാനങ്ങളും മാനങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ തരും. എത്ര വിലപ്പെട്ടതാണ് ഇന്നത്തെ വിശ്വസ്തത. കർത്താവ് നമ്മെ സഹായിക്കും. നമ്മുടെ ജീവിതം അവസാനിക്കും. ഇത് സ്വർഗത്തിന് കൊള്ളാവുന്നതായിരുന്നോ കൊള്ളരുതാത്തതായിരുന്നോ എന്ന് പരിശോധിക്കും. പൗലോസ് പറഞ്ഞ പോലെ അന്ന് എന്നെ പരിശോധിക്കുമ്പോൾ ഞാനൊരു കാസ്റ്റവേ, കൊള്ളരുതാത്തവനായി പോയെന്ന് പറയാതിരിപ്പാൻ നമുക്ക് ഡിസിപ്ലിൻ ചെയ്തിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വിഷയം റെക്കോർഡിങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതെടുത്ത് വീണ്ടും കേൾക്കുക. ജീവിതത്തെ വളരെ ക്രമീകരിക്കുക. ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞോട്ടെ. ഒരു ദൈവദാസൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ഡിസിപ്ലിൻ ചെയ്യാൻ സഹായിച്ച ഒരു പഠനമായിരുന്നു ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനം. കർത്താവിന് അംഗീകരിച്ച ശുശ്രൂഷ മാത്രം മതി എന്നൊരു തീരുമാനമെടുത്തു. എന്നെ വെളിപ്പെടുത്തുന്ന ദിവസം, ഞാൻ ആരായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ദിവസം കർത്താവ് അംഗീകരിക്കണം. ആ ദിവസത്തെ നോക്കി ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുത്തട്ടെ. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വന്ദനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിക്കും.